നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാളിന്റെ ഭാഗമായി വീടുകളിലും പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും ഈദ്ഗാഹ് നടന്നു. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. سمع الله لمن حمده الله أكبر الله أكبر الله أكبر الرحمن الرحيم مالك يوم الدين إياك نعبد وإياك الله أكبر الله أكبر الله أكبر. പേരാമ്പ്ര ടൗൺ സലഫി മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരാമ്പ്ര ടാക്സി സ്റ്റാൻഡിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ജൗഹർ ഐനിക്കാട് പ്രഭാഷണം നടത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെയിലുള്ള സ്ഥലത്തു നിന്ന് വെയിലില്ലാത്ത മാറിയിരിക്കാം, സുഖമായിട്ടിരിക്കണം എന്നില്ല. ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. എന്നാൽ അതോടുകൂടി ദുഃഖങ്ങളും. കാരണം ഇതുപോലെ ലോകമൊന്നടങ്കം ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. പക്ഷേ ആഘോഷങ്ങൾ ഇന്ന് അത്രയില്ല. കാരണം ആകാശവീഥികളിൽ അധികാരി വർഗങ്ങൾ ആയുധങ്ങളെ കൊണ്ട് പോരാട്ടം നടത്തുകയാണ്. അവസാന കാലമെത്തുമ്പോൾ എന്തിന് കൊല്ലുന്നു എന്നോ എന്തിന് കൊല്ലപ്പെടുന്നു എന്നോ അറിയാത്ത ഒരു കാലമായി തീർന്നിരിക്കുകയാണ്. റബ്ബുൽ ഇസ്സത്ത്, ലോകത്തിൻ്റെ അധിപനായ രാജാതിരാജനായ അല്ലാഹുനാഥൻ സർവ വിപത്തുകളിൽ നിന്നും ലോകത്തെയും ലോക ജനങ്ങളെയും വിശ്വാസികളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് നമ്മുടെ പേരാമ്പ്രയുമായൊക്കെ ബന്ധമുള്ള രാജ്യങ്ങൾ, GCC രാഷ്ട്രങ്ങൾ, നമ്മുടെ നാട്ടിൽ ഒരു ഈത്തപ്പഴം ഒരാൾ കഴിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഗുണത്തിൽ കൂടി അവിടെ നിന്നുള്ള സമ്പത്തുണ്ട് എന്നതാണ്. അതുകൊണ്ട് ചാലിച്ചിറക്കിയ ഈത്തപ്പഴങ്ങൾ നമ്മുടെ ക്ഷമയുടെ ഉദാഹരണങ്ങളാണ്. ഇന്ന് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ദീനുൽ ഇസ്ലാം. വബിറഹ്മതിഹി, അത് റബ്ബിൻ്റെ ഖുർആൻ. ആ ഖുർആൻ രണ്ടും നമ്മുടെ കൈകളിലെത്തുകയും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് ഫൽയഫറഹു, നിങ്ങൾ സന്തോഷിക്കുക, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ എല്ലാറ്റിനേക്കാളും വലിയ ഒരു സമ്പത്താണ് അതിനെ തുടർന്ന് ഉള്ളത് എന്നതാണ്. ഈ വഴിയിലൂടെ നമ്മളായി എന്നതാണ്. ഇന്നത്തെ ദിവസം ഈ ഈദ് ആഘോഷത്തിൻ്റെ ദിവസങ്ങളെ വളരെ പവിത്രമായി കാണുന്നവരുമുണ്ട്, വളരെ പ്രത്യാഘാതമായി കാണുന്നവരുമുണ്ട്. ആട്ടും തുപ്പും അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കി വാഹനത്തിൻ്റെ സൈലൻസറൊക്കെ പൊട്ടിച്ച് അതൊക്കെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ചെയ്താൽ നമ്മളൊരാളായി എന്ന് തോന്നുന്ന ഒരു തലമുറയുണ്ട്. പക്ഷേ നിശബ്ദത ലോകത്ത് വരുമ്പോൾ നമ്മൾ ഓർക്കുക, ശബ്ദമില്ലായ്മ തന്നെയാണ് നമുക്കും മനസ്സമാധാനത്തിനുണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ വ്യത്യസ്ത വഴികൾ പിന്തുടർന്നു പോകരുത്. വ്യത്യസ്തമായ വഴികളിലൂടെ അബദ്ധസഞ്ചാരം നടത്തിയാൽ നമ്മളുടെ യഥാർത്ഥ വഴി നമ്മൾ മറന്നു പോകും. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. ഈദ്ഗാഹിന് ശേഷം പായസ വിതരണവും നടന്നു. പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹ് അഷ്റഫ് വേളം നേതൃത്വം നൽകി. ഈ സമൂഹത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അരികൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തെ, മുസ്ലിം സമൂഹത്തിന്റെ കുട്ടികളെ, സ്ത്രീകളെ, വയോജനങ്ങളെ അവർ അരികൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങളെ തകർക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള വിദ്വേഷത്തിന്റെയും യുദ്ധത്തിന്റെയും വെറുപ്പിന്റെയും നമ്മളുടെ രാജ്യത്തെ സ്ഥിതിയും മറ്റൊന്നല്ല, മുസ്ലിം സമൂഹത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും അവരെ ഉച്ചാടനീയ
അഴിക്കുവാനും നിശേഷം നശിപ്പിക്കുവാനും തുടച്ചു നീക്കുവാനും ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സ്ഥാനാർത്ഥിയായി പേരാമ്പ്രയിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയുടെ ആശംസാ സന്ദേശ കാർഡും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.